നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ടുകേക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് എൻ്റെ കൂടെ 2-3 ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ കൈകളായി കാണുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൈദമാവ് എടുക്കുന്നത്. അപ്പോൾ അതിന് 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 3 കപ്പ് മൈദ നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ 3 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു കേക്കിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 3 മുട്ട നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കാം. ഏലക്ക നിങ്ങൾ ഹോളായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഇതിനോട് ചേർത്ത് വേണമെങ്കിൽ അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പിന്നെ ചേർത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ 3 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാനിതിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് മൊത്തത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ആകുമ്പോൾ അധികം മധുരം കാണില്ല, അങ്ങനെ ഒരു ഇതിലാണ് കിട്ടുന്നത്. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ചുകൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് അധികം ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ വാനില എക്സ്ട്രാക്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ചേർക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊന്നും യാതൊരു മാറ്റമില്ല. അതൊരു ഫ്ലേവർ കിട്ടുമെന്നേ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ മുട്ടയുടെ നമ്മൾ മിക്സ് വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം, മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം ചിലപ്പോൾ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിലോ അപ്പം നമ്മൾ കുറേശ്ശെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ ഒഴിച്ച് അങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ നല്ല ഇപ്പോഴും നേരെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചൊഴിച്ച് അങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്തായാലും കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമ്മളിതിപ്പോൾ ചിലപ്പോൾ മുട്ടയുടെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വാട്ടറി ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന മാവ് കറക്റ്റ് ആണോന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ബാക്കി ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പോലെ അത്ര സോഫ്റ്റ് ആണല്ലോ, കുറച്ച് ഹാർഡായിട്ട് തന്നെ ഇരിക്കണം. കാര്യം പഞ്ചസാരയൊക്കെ ചേർത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ചിലപ്പോൾ വെള്ളം പോലെ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വെക്കണം. ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒന്ന് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു ചപ്പാത്തി പരുവത്തിനാണ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ മാവും കൂടെ ഡസ്റ്റ് ചെയ്യുമ്പോൾ കുറേ കൂടി ഹാർഡാവും. അപ്പോൾ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇത് വെച്ചിരിക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദാമാവ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഹോൾ ബോളിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. കണ്ടോ, അതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം അത് നന്നായിട്ട് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കതിനെ ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ 2 എൻഡിലും ഉള്ളതാണ് കട്ട് ചെയ്ത് മാറ്റും. ഇത് കളയണ്ട, നമുക്കത് ഒന്നും കൂടി ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഷേപ്പിലോ ഫ്ലവറിൻ്റെ ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൈ എടുക്കാവുന്നേ ഉള്ളൂ. ഇത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അരികൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത്, അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇതിൻ്റെ കാർവായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അരിക് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിലും നമ്മളൊന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക ചെയ്യും. നമുക്ക് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. കാര്യം ഇതിപ്പോൾ എണ്ണയിൽ കിടക്കുമ്പോൾ കുറേ കൂടി ഇതങ്ങ് വലുതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും ഈ വേവത്തില്ല. നമ്മൾ പുറമേ ഔട്ടർ ഭയങ്കരമായിട്ട് കരിഞ്ഞും പോവും, അകത്ത് വേഗവുമില്ല. ആ പരുവത്തിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു മീഡിയം സൈസിലുള്ളത് കട്ട് ചെയ്യുന്നത് നല്ലത്. എന്നിട്ട് നടുക്കായിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഷേപ്പിൽ വരുന്നത്. നമുക്കിത് ഒരെണ്ണത്തിന് അങ്ങനെ ഫ്ലവർ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അത് ഇതുപോലെ തന്നെ സ്ലിറ്റിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുമ്പോഴേക്കും അത് ഫ്ലവർ ഷേപ്പിലായിട്ട് വരും. നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഒരുപാട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുറമെ മൊത്തം കരിഞ്ഞു പോവും, ഉള്ളിൽ വേവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം തീയിലിട്ട് വേണം ഇത് ഫുൾ ഫ്രൈ എടുക്കാൻ. ഇപ്പോൾ നമുക്കൊരു കുറച്ചൊന്ന് മാവ് ഇട്ട് നോക്കിയാൽ എണ്ണ ചൂടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഒരുമിച്ച് ഇടരുത് ഇതിനകത്ത്. കാര്യം ഇത് കുറച്ച് ഇങ്ങനെ വലുതായിട്ട് വരാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചൊരു 3-4 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു വലിപ്പത്തിലുള്ള പാത്രത്തിൽ. അപ്പോൾ കുറച്ചൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ഒക്കെ ഇട്ട് മറിച്ചു വിട്ട് അതിൻ്റെ അകം വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീ അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഔട്ടർ ഫുൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുന്നത് നല്ലത്.
അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം പാടൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.